അപ്പൊ നമ്മൾ പിന്നെയും ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോണ്. നമ്മള് ഷെയ്ക്ക് ഉണ്ടാക്കി എനിക്കൊന്ന് നമ്മളെ കയ്യിലൊക്കെ തീരും. ഇപ്രാവശ്യം ഷെയ്ക്ക് ഓൾമോസ്റ്റ് വലുതുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് അങ്ങനെ ആൾക്കാര് പിന്നെ കുട്ടികളൊന്നും ഇല്ല. ഇപ്പൊ വീഡിയോ എടുക്കുന്ന സാധനമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇപ്രാവശ്യം നമ്മള് കുറച്ചുകൂടി സെറ്റപ്പ് ആക്കിയാണ്ട് വീഡിയോ കുറച്ചുകൂടി സെറ്റപ്പ് ആക്കാണ് അങ്ങനെ കരുതുന്നുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയിരുന്നു. പാലിന്റെ എണ്ണം അതേപോലെ ഓറിയോന്റെ എണ്ണം. പിന്നെ ഓറിയോ നമ്മള് ഒന്ന് പിങ്ക് ഒന്ന് ബ്രൗൺ ചോക്ലേറ്റും സ്ട്രോബെറി അങ്ങനത്തെ രണ്ടെണ്ണൊക്കെ എടുത്തിരുന്നു. എന്തായാലും അതിലൊന്നും വലിയ കഥല്ല. ഇത് ഉണ്ടാക്കുന്നതിലാണ് പരിപാടി. ഞാൻ ഒരു വട്ടം ഉണ്ടാക്കിയൊക്കെയാണ്. പക്ഷെ അന്ന് എനിക്കൊന്നിന് അന്ന് ഞാൻ ഒറ്റക്കുള്ള വരില്ല. അപ്പൊ ഞാൻ വെറുതെ ഉണ്ടാക്കി വീഡിയോ എടുക്കാൻ ആവുന്നില്ല. ഇപ്രാവശ്യം നമ്മൾ പൊളിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും വലുത് നമ്മള് ഫുള്ള് പണികളാണ്. ഞാൻ അതൊന്നും നോക്ക്. ക്യാമറ ഷെയ്ക്കാകരുത് കേട്ടോ, എന്തൊക്കെ തിന്നാലും. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയല്ലോ ജില്ല കോൾഡ് കോസ്റ്റ് ഉണ്ടാക്കിയുള്ളൂ. ഇതൊക്കെ ഇല്ല കുഞ്ഞാനാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലേ? വേറെ നിന്നും കാട്ടാൻ പറ്റില്ല. ഒക്കെ ഇപ്പൊ വീഡിയോ വരുന്നോണ്ടേ ഭയങ്കര പ്രശ്നമാണ്. ചെറിയ നമ്മളേ പിന്നെ അടുത്ത ക്രീം മാറ്റണം, അതേപോലെ ഇത് മാറും. അപ്പൊ ഇതാക്കുണ്ടോ ഏകദേശം ഇതിന്റെ ഒരു 10-20 ബിസ്ക്കറ്റ് നമ്മൾ ഇതാക്കിയിട്ടിരിക്കണ്. അതേമാതിരി ക്രീം നമ്മൾ മാറ്റിയിട്ടിരിക്കണ്. ഇതിപ്പോ നേരം ടൈം പാസിനാണ് ഇപ്പൊ ഞാൻ ഈ ക്രീമൊക്കെ തീ കിട്ടുന്നത്. ഐ മീൻ ഒരു പണി ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ക്രീമൊക്കെ മാറ്റിയിടാം. അതെല്ലാം ഞങ്ങൾക്ക് സംഗതി അർജന്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതായി കിട്ടാണ്ട് ചിലപ്പോൾ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ നമ്മൾ ഒന്നുകൂടി ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ കുറച്ച് പാല് വെച്ചാൽ ബിസ്ക്കറ്റ് കുറച്ച് പാലോ എന്താ ഓരോന്റെ പരസ്യമൊക്കെ ആയ വേണ്ടിയില്ല. ഓഫ് തിരിച്ച് സാധനം കുറച്ച് പാലുണ്ട് കുറെ ഇക്കണ്. അത് ഒഴിച്ചിട്ടാണ് ഇതായിട്ടാണ് അതാണ് തീരുന്നില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അത് വെച്ചാണ്ട് ഇനി നല്ലൊരു അടിയടിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം ഓണാക്കിയപ്പോഴാണ് എന്തോ തന്നാലും ഓണാക്കി എന്തോ ചെയ്യേണ്ടി. നല്ല ക്രീമി സാധനം. ഐ മീൻ നല്ല ജ്യൂസി ഇട്ടുണ്ട്. ഇപ്പോൾ സംഗതി അടിപൊളി. ഇനി ഞാൻ ബീഫ് ഫുള്ള് നേരത്തെ നമ്മൾ കാട്ടിയ വെറുതെ ഒരു ഇതിനാണ് സംഗതി ആണെങ്കിൽ ഫുള്ള് പാലൊക്കെ ഒഴിച്ചിരുന്നു. അത് ഞാനൊരു പേടിക്ക് അങ്ങനെ കുറച്ച് വെച്ചാണ് പേടിയായിട്ട്. അപ്പോൾ ഫുള്ള് പാൽ ഒഴിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ പരിപാടി വെച്ചാൽ ക്രീം ഇടുക. അതായത് എല്ലാം കൂടി ഇടണമെന്നില്ല. ആ ക്രീമാണ് കേട്ടോ. അല്ല നന്നായിട്ട് കൂടെ നടക്കണ കേട്ടോ ഗൈസ്. അപ്പൊ ഒരു പാലായിട്ടോ. ഒരു പാലും 4 ക്രീം ബിസ്ക്കറ്റും ഉണ്ട്. നമ്മൾ ആ പാലും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യണം. പിന്നെ കുറച്ചും കൂടി ഷുഗർ ആഡ് ചെയ്യണം. അതായത് ഷുഗർ ഉണ്ടാവുമല്ലോ, അപ്പൊ ഷുഗർ ആഡ് ചെയ്യണം. അടിച്ചു വെച്ചാല് നമ്മളതിൽ ക്രീം ഇട്ടിട്ട് അത്രയും പാലിച്ചുമ്പോ ചിലപ്പോൾ മിക്സ് ആയിക്കോളണമെന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അത്രയും നേരം അടിച്ചത്.
നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കട്ടോ. ഓക്കെ, ഇപ്പോൾ ക്രീമായിട്ട് കിട്ടിയിരുന്നു. ഇനി ഒന്നിക്ക് മിൽക്ക് വെച്ചാൽ ചിലപ്പോൾ ഇതാവും, ചിലപ്പോൾ അടിപൊളിയാക്കാറ്. എന്തായാലും നമുക്ക് നോക്കാം. ഒരു ഇതിക്കും കൂടി ഇട്ടാണ്ട്, അതായത് ഒരു വലിയ പാത്രം എടുക്കാം. പാത്രം ഒഴിച്ചാൽ മതി. അതല്ല, ഇത് ഒഴിച്ചാൽ മതി. എവിടെ ഉണ്ടാവുക സ്ഥലം? പുറത്തല്ല, വലിയ പാത്ര. വലുത് വേണ്ട, ഇത് 2 പാലും കൂടി ഒഴിച്ചാൽ അത് ഇച്ചിപ്പോ നോക്കണോടെ അവിടെ തന്നെ ഉണ്ടാവുക. ചായന്റെ പാത്രല്ലേ? ഇതും നമ്മള് കുറച്ചെണ്ണ അതിൽ കുറച്ച് ബാക്കി വെച്ചാൽ വെച്ചിട്ട് ബാക്കി പാലും വെച്ചാൽ ഇത് ഒറ്റ വെള്ളം പോലെ ഒന്നും ആവില്ല കേട്ടോ. അത് പോരെ നമുക്ക്? മതിയോ? മതിയില്ലേ? അത് മതിയില്ലേ സാധനം? ഇതന്നെ ഉണ്ടാവില്ല. ഒരു 2 ആക്ക് ഒഴിച്ചോ ഫുള്ള്. ബാക്കി അതിനോട് ആക്കില്ല ഫ്രിഡ്ജിൽ മീൻപിലൊക്കെ വേണമെങ്കിൽ. എന്തായാലും വാങ്ങിയതല്ലേ, പൈസ ഒക്കെ എന്തായണ്ടേ. ഇതന്നെ ഉള്ളു, കട്ടിയൊന്നുമില്ല. ഇതൊക്കെ ഉണ്ടായത് ഇപ്പോൾ. ഇതിൻ്റെ കോസ്റ്റ് ഇപ്പോൾ എത്രയായി? 2 പാലും 30, 60, പിന്നെ 4 ഇതും ഓരോ ബിസ്ക്കറ്റും 10-ൻ്റെ മൊത്തം 100 റുപ്യ. 100 റുപ്യ റൗണ്ട്. എന്തിൻ്റെ അറിയോ, മറ്റേ മിക്സിൻ്റെ സാധനങ്ങളേ അതൊക്കെ പോയി. അങ്ങനത്തെ സീനെന്ന് അറിയോ, ഇത്രയും പാലായിട്ട് അതിന് പ്രഷർ ചെയ്യാൻ പറ്റില്ല. അതായത് ഇഷ്ടംപോലെ പാലായതുകൊണ്ടേ മിക്സി അങ്ങനത്തെ മൈക്കിലുള്ള തളിച്ചോറല്ല. ക്രീമി ആയിട്ടുള്ള ഒരു അടിപൊളി സാധനം. അപ്പൊ ഇനി എന്തായാലും കഴിക്കാൻ വെച്ചാൽ അതൊക്കെ സാധനം കഴിക്കണേ. ഇനി എന്താ വേണ്ട, ഐസ് ക്യൂബ്സ് എടുക്കണം. ഇത് തൊള്ളേക്കാണ് കേൾക്കുന്നത്. ഇനി എന്താ വേണ്ട, ഐസ് ക്യൂബ്സ്. ഐസ് ക്യൂബ്സ് എടുക്കുന്നത് ഓനക്ക് അവിടെ ഐസ് ക്യൂബ്സ് എടുക്കും. ഒരു ഇതാണല്ലോ, അതില്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഒരു ഇതില്ലാത്ത പണിയാണ്. ഇതൊന്ന് ആ കഴിക്കണം. എനിക്ക് ചാനൽ തന്നെ ഉണ്ടോ ബിൽക്ക് തിന്നാൻ കിട്ടണേ. അല്ലെങ്കിൽ ഞാൻ ഈ അടുക്കള പോകാത്ത അറിയില്ല. നന്നായി. അടിപൊളി. ഐസ് ക്യൂബ്സ് ഇല്ല അപ്പോ ഒഴിക്കേണ്ട ഐസ് ക്യൂബ്സ് ആണെങ്കിൽ ഇപ്പൊ ഈ പൊട്ടന്മാരോട് നമ്മളെ ഇറക്കാൻ വന്നത്. കുറച്ച് വെള്ളം ഉണ്ടായിക്കോട്ടെ. ഒരു സ്പൂൺ എടുക്കാം. എനിക്കിപ്പോ ഇങ്ങനെ തട്ടിയാൽ മതി, പക്ഷെ നമ്മുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് സ്പൂൺ എടുക്കുമ്പോഴാണ് ഇനി ഇതിലേക്ക് പിന്നാക്കാം. ഇനി ഇതാകും മണിക്കാകുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കാണുന്നത്. ഐസിനകത്ത് അങ്ങനെ പൊന്തി കിടക്കാം. എല്ലാവർക്കും കൊതിയായിട്ട് നിൽക്കാൻ പറ്റില്ല ഗൈസ്. കുടിച്ചു നോക്കുന്ന സാധനം പതുക്കെ കളയാതെ കുടിച്ചല്ലോ, കളഞ്ഞ് ഞാൻ തുടക്കേണ്ടി വരും. അല്ല മൊത്തം കുടിച്ചല്ലേ, ചെറിയ തീരുമാനം. എല്ലാവരും പറയാൻ കഴിച്ചില്ല, പഞ്ചസാര ഇട്ടിട്ടില്ല. ഒക്കെ വീഡിയോ ഉണ്ടാവും, പഞ്ചസാര ഇടൂല. നന്നായി ഞാൻ ക്യാമറമാനായോണ്ട് അല്ലെങ്കിൽ ആ ചോദിച്ച വെള്ളം കുടിച്ചേണ്ടി. ചോയൊന്നുമില്ല, ഷുഗർലെസ് ആയി ഇപ്പൊ എന്തിനാ മിക്സി കൊഴിച്ചതേ? എപ്പോഴും വലിയ പ്രശ്നമാണ് ഷുഗർലെസ് ഉണ്ടാക്കുക. നമ്മളിത് ഒന്നുകൂടി അടിക്കണം.
തള്ളാതെ നല്ല രസമുണ്ട് അത് കുടിച്ചിട്ട്. ഇവിടെ 10 ദിവസം മധുരല്ലേ വെറുതെ പറയുന്നേ. നമുക്ക് ജ്യൂസ് ഇട്ടാൻ വേണ്ടിട്ടേ പേര് മനസ്സിലായ വേണ്ടേ. ആ പേര് മനസ്സിലായ ആകെ ഒരു ക്ലാസ്സിൽ മനസ്സിലായുള്ളത്. എനിക്ക് കണ്ടന്റ് ആയി ഞങ്ങൾക്ക് വളർച്ച കുടിച്ചാനും പറ്റും. ഇനി അടിപൊളിയാണ് സത്യം പറയാം. അടിപൊളിയാ. എന്റെ അടുത്ത് ഉപ്പാക്കാൻ പൈസ ഇടാണ്ട. ഐസ് ക്യൂബ്സ് ഉണ്ടാകുന്നുണ്ടോ? അതൊക്കെ അടിപൊളിയാണ്. അപ്പിന് കളിട്ട് പോയോ? കഴിയണല്ല ഞങ്ങൾ മിക്സ് ആക്കി ഇതൊക്കെ ഞാൻ തുടക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. കുടിച്ചോ ഇനി കുടിച്ചോ സാധനം കുടിച്ചോ. സത്യം പറഞ്ഞോ ഞാൻ പറഞ്ഞ തറണായിട്ട് ഞാൻ സോറി പറയാം. ഞാൻ എടുക്കാം കുടി 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 കുടി. ഇതെന്താ മീശ മീശ മാധവൻ ഒരു തേങ്ങയില്ല വെറുതെ മൂക്കറ്റ് കുടിച്ചെന്താ. ഞാൻ ഇനി ഒഴിച്ചു കുടിച്ച എനിക്കല്ല ഇഷ്ടപ്പെട്ടിരിക്കണേ. കുറ്റം പറയണവരൊന്നും കുടിച്ചണമെന്നില്ല. ആ പത പൊന്തിക്കണല്ലോ കേട്ടോ. ക്രീമാണത് മറ്റേ നമ്മളെ ഇട്ട ക്രീമിന്റെ ഇതാണ്. ഓ പത ഫുള്ള് സാനുവിനായിട്ട് കിട്ടി. ആ തരേ ഇജേനപ്പൊ ഇതിനടുത്ത് മണ്ടീരേ. അതൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടി പൊന്നു മക്കളെ. ക്രീം സാധനം ഇതിന്റെ മേലെ ഒരു ഓരോ അങ്ങനെ കടത്തി വെക്കുക. ആ പ്രൊഫഷണൽ. ഞാൻ ഒരു ബിസിനസ് തുടങ്ങിയാലോ ഒന്ന് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ കുടിച്ചത്. അപ്പൊ എന്തായാലും ഇവിടെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ എന്തൊന്നും കുടിച്ചാ. അപ്പോ ഗൈസ് നമ്മളെന്തായാലും വീഡിയോ സെറ്റല്ലേ. എല്ലാവരോടും എന്താ അപ്പൊ ബാക്കി അടുത്ത വീഡിയോ ബാക്കി ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാറ്. ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം.